ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ചിത്രമായ F1 എന്ന മൂവിയാട്ടോ. കിഡിലെ മൂവിയാണ്. നമുക്കപ്പോൾ അധികം വൈകാതെ മൂവിയിലേക്ക് പോകാം. സിനിമ തുടങ്ങുന്ന സീനിൽ കാണിക്കുന്ന നമ്മുടെ നായകനായ സണ്ണി ഹേസ് തൻ്റെ വാനിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവൻ അപ്പോൾ ഒരു കാർ അപകടത്തെക്കുറിച്ചുള്ള ഭീകര സ്വപ്നം കണ്ട് പുള്ളി ഞെട്ടി ഉണരുവാണ്. പണ്ടത്തെ വലിയൊരു F1 റേസറായിരുന്നു നമ്മുടെ സണ്ണി. പക്ഷേ ഒരിക്കലും ഒരു മത്സരത്തിൽ ഒരു വലിയ അപകടം പറ്റുകയും അന്ന് മുതൽ പുള്ളി F1ൽ നിന്ന് വിട്ടു നിൽക്കുകയാട്ടോ. F1ൽ ഇല്ലെങ്കിലും മറ്റ് റേസിങ്ങിലൊക്കെ പുള്ളി സജീവമായിട്ടുണ്ട്. ക്യാഷിനൊക്കെ വേണ്ടിയിട്ടാണ്. സണ്ണി 3 കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും സക്സസ് ആയില്ല. നിലവിൽ ചെറിയൊരു ചൂതാട്ടമൊക്കെ ആയിട്ട് നടക്കുകയാണ്. സ്വന്തം വാനിൽ തന്നെയാണ് താമസവും കിടപ്പുമെല്ലാം. എന്നാൽ എന്തൊക്കെയായാലും റേസിങ്ങിന് ഇറങ്ങിയാൽ പുള്ളി പുലിയാട്ടെ എപ്പോഴും. അങ്ങനെ നമ്മുടെ സണ്ണി റെഡിയായിട്ട് ഡേറ്റോണ റേസ് ട്രാക്കിലേക്ക് പോവുകയാണ്. ഹേസ് എപ്പോഴും ഒരു കാർഡ് അവൻ്റെ പോക്കറ്റിൽ ഭാഗ്യം ഒന്നോണം വെക്കാറുണ്ട് കേട്ടോ റേസിന് മുമ്പ്. അന്ന് അർദ്ധരാത്രിയിൽ അവൻ 24 മണിക്കൂർ നടക്കുന്ന ഡേറ്റോണയിൽ റേസ് ചെയ്യാൻ പോവുകയാണ്. സോണി സ്കോർ ബോർഡ് പരിശോധിച്ച് തൻ്റെ ടീം 7ാം സ്ഥാനത്താണെന്ന് കാണുകയാണ്. ഉടൻ തൻ്റെ ടീമിലെ മറ്റൊരു ഡ്രൈവർ പിറ്റിലേക്ക് എത്തുകയാണ്. അടുത്ത സണ്ണിയുടെ കൂടായിരുന്നു കേട്ടോ. സണ്ണിൽ കാറിൽ കയറി അവൻ വളരെ വേഗത്തിൽ കാർ ഓടിച്ച് പല കാറുകളെയും മറികടക്കുന്നു. നമുക്ക് ആ കമൻട്രി കേൾക്കാം. സണ്ണി ബ്രേക്ക് വീട്ടിൽ വെച്ചിട്ട് മറന്നുപോയെന്ന് തോന്നുന്നു അത്ര എന്നൊക്കെയാണ് നമ്മുടെ കമൻട്രി പറയുന്നത്. സംഭവം ശരിയായിരുന്നു കേട്ടോ. പുള്ളി കാറുമായിട്ട് പറക്കുകയാണ്. ഉടൻ തന്നെ അവൻ 1ാം സ്ഥാനത്തുള്ള കാർ ഒരു BMW ആയിരുന്നു, അതിൻ്റെ പിന്നിലേക്ക് എത്തുകയാണ്. സണ്ണി BMW ഡ്രൈവറിന് വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു. അവൻ BMWവിനെ പിന്നിൽ നിന്ന് പലതവണ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നിലവിൽ 2 പേരും ഒപ്പത്തിനൊപ്പം അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സണ്ണി BMW ഡ്രൈവറെ കബളിപ്പിച്ചിട്ട് അവൻ ട്രാക്ക് വിട്ടു പോകാൻ പാകത്തിന് ചെറിയൊരു പഴുതുണ്ടാക്കി സണ്ണി മുന്നിൽ കയറുകയാണ്. സണ്ണിയുടെ സ്കില്ലൊക്കെ കണ്ടിട്ട് കോച്ചൊക്കെ സന്തോഷിക്കുക കേട്ടോ. 7ാമത് കിടന്നിരുന്ന ഇവരുടെ ടീമിനെ മുമ്പിലെത്തിച്ചത് സണ്ണിയുടെ ആ സ്കില്ലൊന്നുകൊണ്ട് മാത്രമാണ്. രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്ത് സണ്ണി ആ ലീഡ് അങ്ങ് നിലനിർത്തുകയാണേ. ഒടുവിൽ അടുത്ത ഡ്രൈവർക്ക് കാർ കൈമാറുമ്പോൾ സണ്ണിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, ഈ ലീഡ് എങ്ങാനും കളഞ്ഞാൽ നിനക്ക് കൊല്ലും ഞാൻ. അങ്ങനെ ഒടുവിൽ ഇവരുടെ ടീം വിജയിക്കുകയാണ്. എല്ലാവരും ആഘോഷിക്കുക കേട്ടോ. പക്ഷേ സണ്ണി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശാന്തമായിട്ട് അവർ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. തൻ്റെ ടീമിലെ ബോസ് ട്രോഫിയെക്കുറിച്ച് സംസാരിക്കാൻ എത്തുമ്പോൾ സണ്ണി അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മാനത്തുക മാത്രം എടുത്ത് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുക കേട്ടോ. സണ്ണി ഇങ്ങനെ പുറപ്പെടാൻ പോകുമ്പോൾ എൻ്റെ ബോസ് വീണ്ടും വന്നിട്ട് റേസ് ചെയ്യാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. നിനക്ക് ഭയങ്കര ഭാവിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ സണ്ണി ഇല്ലെന്ന് പറഞ്ഞ് അവൻ്റെ വാനിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് നേരത്തിന് ശേഷം ഒരു ലൗണ്ടറിയിൽ സണ്ണി തൻ്റെ അടുത്ത പദ്ധതിയായ ബെജ 1000 എന്ന ഓഫ് റോഡ് മോട്ടോർ സ്പോർട്സ് എന്നൊരു വേക്കൻസി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് അവൻ്റെ പഴയ സുഹൃത്തായ റൂബൻ അങ്ങോട്ടേക്ക് സണ്ണിയെ കാണാൻ വേണ്ടി വരികയാണ്. റൂബൻ ഇതിനു മുമ്പ് സണ്ണിയുമായിട്ട് ഫോർമുല 1ൽ റേസ് ചെയ്യുന്ന ആളാട്ടോ. 2 പേരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. റൂബൻ F1ൽ എപ്പെക്സ് GP എന്ന കാറിൻ്റെ ഒരു ഉടമയായിരുന്നു കേട്ടോ. അവൻ സണ്ണിയോട് പറയുന്നത് എപ്പെക്സ് GP എന്നൊരു ഫോർമുല 1 ടീം ആരംഭിച്ച ശേഷം $350 മില്യൺ നഷ്ടപ്പെട്ടു എന്നാണ്. ടീം 2 വർഷമായിട്ടൊരു പോയിൻ്റ് പോലും നേടിയിട്ടില്ല. ഇതോടൊപ്പം അവരുടെ ഡ്രൈവർമാരിൽ ഒരാൾ ഇപ്പോൾ ടീമിനെ വിട്ടുപോയി. ഇൻവെസ്റ്റേഴ്സ് എല്ലാം ടീമിനെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. റൂബൻ സണ്ണിയെ ടീമിന് വേണ്ടിയിട്ട് റേസ് ചെയ്യാൻ പറഞ്ഞു നോക്കുന്നു. സണ്ണി ഇപ്പോൾ പ്രായമായിരുന്നാലും അവൻ്റെ എക്സ്പീരിയൻസ് ഇവർക്ക് ഉപകാരപ്പെടുന്ന റൂബൻ വിശ്വസിക്കുകയാണ്. പുതിയൊരു അപ്ഗ്രേഡ് വരികയാണ്. ഒരു റേസ് പോലും ജയിച്ചാൽ മതി. 9 റേസ് കിടക്കുന്നുണ്ട്, അത് ഒരെണ്ണമെങ്കിൽ ജയിച്ചാൽ മതി. അത് എല്ലാം മാറ്റിമറിക്കും, പുതിയ ഇൻവെസ്റ്റേഴ്സൊക്കെ വരുമെന്നൊക്കെ റൂബൻ പറയുകയാണ്. പോകുന്നതിന് മുമ്പ് റൂബൻ സണ്ണിക്ക് ലണ്ടനിലേക്കുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് കൊടുക്കുകയും ഇതാണ് വീണ്ടും നിനക്ക് ഫോർമുല 1ലേക്ക് മടങ്ങാനുള്ള അവസരം, ജയിച്ചാൽ നീ ഇപ്പോഴും ലോകത്തിലെ മികച്ചനാണ് തെളിയിക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് ആലോചിച്ച ശേഷം സണ്ണി പോകാൻ തീരുമാനിക്കുക കേട്ടോ. അതേസമയം F1ൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് ടെസ്റ്റ് ദിനത്തിൽ എപ്പെക്സ് GPയുടെ യുവ ഡ്രൈവറുണ്ട്, ജോഷോ എന്നാണ് അവൻ്റെ പേര്. ജോഷോ കാറിനെ പരീക്ഷിക്കുകയായിരുന്നു. ആദ്യ 2 ഭാഗങ്ങൾ വേഗത്തിലായിരുന്നെങ്കിലും മൊത്തത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ സ്ലോ ആയിട്ടോ ജോഷുവ. ഗ്യാരേജിലേക്ക് തുടങ്ങിയപ്പോൾ കാർ തീരെ പോരാന്ന് പറഞ്ഞ് ജോഷ് അസന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ടീമിൻ്റെ ടെക്നിക്കൽ ഡയറക്ടറായ കേറ്റിനോട് ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതത്ര എളുപ്പമല്ലെന്നുള്ള വിശദീകരിക്കുകയാണ്. അപ്പോഴാണ് ജോഷോയുടെ പേഴ്സണൽ മാനേജർ അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ മാനേജർ ടീം ഉടമസ്ഥതയും മാനേജ്മെൻറ്റ് കൂടെ മാറുമെന്നും അതിനാൽ പുതിയ ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കണമെന്നും നമ്മുടെ ജോഷുവയോട് ഈ മാനേജർ പറയുകയാണ്. കുറച്ച് നേരത്തിന് ശേഷം റൂബൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതേസമയം ടീം പ്രിൻസിപ്പൽ കാസ്പർ ഒരാളെ കണ്ട് ഞെട്ടുക കേട്ടോ. അത് വേറെ ആയിരുന്നില്ല, നമ്മുടെ സണ്ണി ദൂരെ നിന്ന് ബാഗ് എടുത്ത് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ റൂബന് ഭയങ്കര സന്തോഷമായിട്ട് ഇവൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ റൂബൻ സണ്ണി എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഇതാ ഇവനാണ് നമ്മുടെ പുതിയ ഡ്രൈവർ സണ്ണി എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ചിലർ ഈ തീരുമാനത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ടീമിൽ
ടീമിൽ നിന്ന് സണ്ണി തിരിച്ചറിയുകയാണ് താനല്ല കേട്ടോ ആദ്യത്തെ ഓപ്ഷൻ. റൂബൻ ഇതിനോടകം 8 ഡ്രൈവർമാരെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരുത്തം പോലും വിജയിച്ചില്ല. സണ്ണി ഇവരുടെ കാറിനെ നോക്കിയിട്ട് അവിടുത്തെ ടെക്നിക്കൽ ടീം അംഗങ്ങളോട് പറയുകയാണ്, നേരത്തെ ജോഷ് ഓടിച്ച പോലുള്ള സെയിം സെറ്റപ്പ് തരുമെന്ന് അവൻ പറയുകയാണ്. അവൻ്റെ സമയത്തിൽ നിന്ന് 1 സെക്കൻഡിനുള്ളിൽ വരാത്ത പക്ഷം ഞാൻ ഇവിടെ നിന്ന് ഇപ്പം തന്നെ പോകുമെന്ന് പുള്ളി പറയുകയാണ്. കാറിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം സണ്ണി ട്രാക്കിലേക്ക് ഇറങ്ങുക കേട്ടോ. അവൻ ജോഷുവയുടെ സമയത്ത് നിന്ന് 1/2 സെക്കൻഡിനുള്ളിലേക്ക് എത്തുന്നുണ്ട്, പക്ഷേ പിന്നീട് കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ക്രാഷ് ആവുകയാണ്. അപകടത്തിന് ശേഷം കാറിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ സണ്ണി കാറിൻ്റെ ഡിസൈനേഴ്സായ കേറ്റിനോടും കേസ്പറിനോടും പറയുന്നുണ്ട്. ഈ ഒരു കാർ വെച്ചിട്ട് ഒരു ഗെയിം പോലും ജയിക്കൽ ദുഷ്കരമെന്നാണ് സണ്ണി പറയുന്നത്. അടുത്ത ദിവസം ജോഷ തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു. കൂടെ അവൻ്റെ മാനേജറുണ്ട്. മാനേജർ അവനോട് കൂടുതൽ പബ്ലിക് റിലേഷൻസ് ഒക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ജോഷയ്ക്ക് അത് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയുടെ വീട്ടിലെത്തുമ്പോൾ ജോഷ സണ്ണിയുടെ കാര്യം പറയുകയാണ്. വയസ്സായ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും അവനൊരു കൂസലില്ലാത്തവനാണെന്ന് പറയുന്നുണ്ട്. അമ്മയാട്ടെ അവന് പ്രോത്സാഹിപ്പിക്കുകയാണ്, നീ മറ്റെല്ലാം മറന്നേക്ക്, റേസിങ്ങിൽ മാത്രം ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. അതേസമയം സണ്ണി കേറ്റ് ജോലി ചെയ്ത സ്ഥലത്തേക്ക് സൈക്കിൾ ഓടിച്ച് പോകുന്നത് കാണുന്നുണ്ട്. പിന്നീട് ഫാക്ടറിയിൽ അവളോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നു. അവൾ പറയുന്നത്, എൻ്റെ ജോലി മുഴുവനും വായുവിനെയും കാറ്റിനെയും മനസ്സിലാക്കുന്നതാണ്, സൈക്കിൾ ഓടിക്കുന്നത് അത് അനുഭവിക്കാൻ എന്നെ സഹായിക്കുന്നു എന്നാണ് അവൾ പറയുന്നത്. റൂബൻ തുടർന്നത് സണ്ണിയെ ഫാക്ടറി ടീം അംഗങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും സണ്ണിയുടെ വരവ് അത്ര സന്തോഷകരമല്ല കേട്ടോ. പിന്നീട് ഒരു പ്രസ് കോൺഫറൻസിൽ ഒരു മാധ്യമ പ്രവർത്തകൻ സണ്ണിയെ പ്രകോപിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ്, പക്ഷേ സണ്ണി വളരെ ശാന്തമായിട്ട് മറുപടി പറഞ്ഞ് നടന്നു പോവുകയാണ്. ആ രാത്രിയിൽ സണ്ണി റേസ് ട്രാക്ക് അങ്ങ് പഠിക്കുകയും രാവിലെ തന്നെ സർക്യൂട്ടിലെത്തുകയും ചെയ്യുന്നു. ജോഷ് എത്തുമ്പോൾ ക്രൂവിനേക്കാൾ മുമ്പ് തന്നെ സണ്ണി അവിടെ ഉണ്ടായിരുന്നത് അവനെ ആശ്ചര്യപ്പെടുത്തുക കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം റൂബൻ വന്നിട്ട് സണ്ണിയെ ടീമിൻ്റെ ഇൻവെസ്റ്ററായ പീറ്റർ ബാനിങ്ങിനെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് സണ്ണി വളരെ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും F1 റേസിംഗിന് ഇറങ്ങാൻ പോവുക കേട്ടോ. ഡ്രൈവർമാരൊക്കെ ഇപ്പോൾ ക്വാളിഫയിങ് ഓർഡറിന് ഇങ്ങനെ വരിയായിട്ട് നിൽക്കുകയാണ്. ഫോർമേഷൻ ലാപ്പ് തുടങ്ങുമ്പോൾ സണ്ണിക്ക് ഗിയർ കണ്ടെത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക കേട്ടോ. പുള്ളി കുറേ നാളായല്ലോ ഈ ടൈപ്പ് വണ്ടിയുമായിട്ടൊക്കെ ഇടപഴകിയിട്ട്. അങ്ങനെ കാസ്പറും മറ്റേ സണ്ണിക്ക് സ്വിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ റേസിംഗ് ആരംഭിച്ചു. കാറുകളൊക്കെ ചീറിപ്പായുകയാണ്. മറ്റെല്ലാവരും മീഡിയം ടയറുകളിലാട്ടോ. എന്നാൽ സണ്ണി സോഫ്റ്റ് ടയറുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ അവൻ വേഗത്തിൽ പല കാറുകളെയും മറികടക്കുന്നു. പക്ഷേ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവൻ്റെ ടയറുകൾക്ക് ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു കേട്ടോ. അവൻ എനിക്കിപ്പോൾ പിറ്റിലേക്ക് വരണമെന്ന് പറയുകയാണ്. എന്നാൽ ഇരുവരും, സണ്ണിയും ജോഷയും ഒരേ സമയത്ത് പിറ്റിലേക്ക് ടയർ മാറാൻ വന്നപ്പോൾ പിറ്റ് സ്റ്റോപ്പുകൾ വളരെ സ്ലോ ആയിരുന്നു കേട്ടോ. തൊട്ടതെല്ലാവർക്കും പിഴച്ചു. കുറച്ച് സമയം നമ്മുടെ പിറ്റ് സ്റ്റോപ്പിൽ സണ്ണിക്കും ജോഷിക്കും കുറേ സമയം നഷ്ടപ്പെടുന്നുണ്ട്. പിറ്റ് സ്റ്റോപ്പിന് ശേഷം ജോഷുവ സണ്ണിയുടെ പുറകിലേക്ക് ഇങ്ങനെ കാർ ഓടിച്ചെത്തുകയാണ്. ജോഷുവ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ സണ്ണി തടസ്സപ്പെടുത്തുകയാണ്. ജോഷ് ടീമിനോട് സണ്ണിയെ വഴി മാറ്റാൻ പറയുന്നു, പക്ഷേ സണ്ണി വഴി മാറാൻ ടീം പറയുന്ന സന്ദേശം പാടെ അവഗണിക്കുക കേട്ടോ. ഒടുവിൽ ഇരുവരും ഒരു പോരാട്ടത്തിൽ ഏർപ്പെടുകയും കൂട്ടിയിടുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ റേസ് തവിട് പൊഴിയുകയാവുകയാണ്. ഒരേ ടീമിൽ 2 പേരും ഒറ്റയടിക്ക് പുറത്തായിട്ടോ. അങ്ങനെ റേസിംഗ് ഓളായിട്ട് ഗ്യാരേജിലേക്ക് മടങ്ങിയപ്പോൾ ജോഷ പിറ്റ് സ്റ്റോപ്പിൽ എല്ലാവരും കോപിച്ച് സംസാരിക്കുകയാണ്. കാരണം കുറച്ച് സമയമൊക്കെ നഷ്ടപ്പെട്ടല്ലോ. അവൻ അതേപോലെ സണ്ണിയെ ആദ്യമേ പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുകൂടി ആയപ്പോൾ പൂർത്തിയായി. സണ്ണി അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ജോഷ അവനോട് അടിപിടി തുടങ്ങാനൊക്കെ ശ്രമിക്കുകയാണ്. പുറത്തേക്ക് പിന്തുടർന്ന് പുള്ളി ഇങ്ങനെ പുറകെ പോയിട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. സണ്ണി പറയുന്നത്, ഈ ടീമിനായി ആരും ഒന്നും ശ്രമിക്കുന്നില്ല, നീ എന്നെ മറികടക്കണമെങ്കിൽ നീ തന്നെ ഫൈറ്റ് ചെയ്ത് നേടിക്കാണിക്കണം എന്ന് പറയുകയാണ്. അല്ലാതെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല സണ്ണി പറയുകയാണ്. ഇത് പറഞ്ഞ് സണ്ണിയോട് നടന്നു പോവുക കേട്ടോ. അന്ന് രാത്രിയിൽ റൂബൻ സണ്ണിയെ സന്ദർശിച്ച് ചോദിക്കുന്നു, ജോഷയെ പഴയ വല്ല കാരണത്താൽ തന്നെയാണ് അടിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. സണ്ണി ഇല്ലെന്ന് പറയുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് വളരെ സ്ലോ ആണ്, അത് മത്സരിക്കാൻ പോരാ എന്ന് പറയുന്നു. പിന്നീട് സണ്ണി ഫാക്ടറിയിലേക്ക് ചെല്ലുമ്പോൾ കേറ്റ് പുതിയ ഫ്രണ്ട് വിങ് ഡിസൈൻ ചെയ്തത് കണ്ട് അവൻ അവളെങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് എന്നെക്കുറിച്ച് എല്ലാവരും എന്താണ് കരുതുന്നത് ചോദിക്കുകയാണ്. കേറ്റ് പറയുന്നു, എല്ലാവരും നിന്നെ ഒരു സ്പോയിൽഡ് ഡ്രൈവറാണെന്ന് കരുതുകയാണെന്ന് പറയുകയാണ്. സണ്ണി തുടർന്ന് പറഞ്ഞു, യഥാർത്ഥ പ്രശ്നം കാറിലാണ്, ഇത് സ്ട്രൈറ്റുകൾ വളരെ സ്ലോ ആണ്. റഫ് എയറിലും അതേപോലെ തന്നെ മറ്റ് കാറുകളുടെ പിന്നിലിങ്ങനെ പോകുമ്പോഴും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന കാറ് നമുക്ക് വേണ്ടത്. പക്ഷേ കേറ്റ് തള്ളിക്കളഞ്ഞു. നീ ഒരു റേസെങ്കിലും പൂർത്തിയാക്കിയതിന് ശേഷം വാ, അപ്പോൾ നമുക്ക് നീ പറഞ്ഞ ഈ അപ്ഗ്രേഡുകളൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നതായിട്ട് നോക്കാം. അടുത്ത ദിവസങ്ങളിൽ സണ്ണിയും ജോഷും കഠിനമായിട്ട് പരിശീലിച്ച് അടുത്ത റേസിനായിട്ട് ഒരുങ്ങുക കേട്ടോ. ഒരു ദിവസം ജോഷ് സണ്ണിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കണ്ട് അവൻ്റെ റേസിംഗ് കരിയർ എന്തുകൊണ്ട് അവസാനിച്ചതെന്ന് മനസ്സിലാക്കുക കേട്ടോ. 1993 സ്പാനിഷ് GPയിൽ സണ്ണിക്ക് ഭീകരമായൊരു അപകടം സംഭവിച്ചു. അതിനുശേഷം അവൻ ഒരിക്കലും പൂർണ്ണമായും മടങ്ങി വന്നിട്ടില്ല കേട്ടോ.
അടുത്തത് ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സ് ആണ്. മുഴുവൻ ടീം ഒരുമിച്ച് കൂടിയിട്ട് റേസ് സ്ട്രാറ്റജി ചർച്ച ചെയ്യുന്നു. പ്ലാൻ എ ഒരു പിറ്റ് സ്റ്റോപ്പ്, പ്ലാൻ ബി 2 പിറ്റ് സ്റ്റോപ്പ്, അങ്ങനെ ഓരോ ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ സണ്ണി പറയുന്നത് പ്ലാനുകൾ മാത്രം മതിയാവില്ല, നമ്മൾ തന്നെ ഭാഗ്യമുണ്ടാക്കണം, എന്നാൽ മാത്രമേ റേസിൽ പോയിന്റുകൾ നേടാൻ കഴിയുമെന്ന് പറയാണ്. ഇവൻ അതേപോലെ തന്നെ ഇടയ്ക്ക് ടീമിനെ ഇങ്ങനെ ജോഗിങ്ങിനൊക്കെ വിളിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സണ്ണി ടീമിലെ പിറ്റിലെ ആൾക്കാരെല്ലാം, ടീമിലെ ആൾക്കാരെല്ലാം ജോഗിങ്ങിനൊക്കെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെ റേസൊക്കെ തുടങ്ങി കുറച്ചങ്ങോട്ടേക്കായതും സണ്ണിക്ക് ഒരു ചെറിയ പണി കിട്ടുന്നു. ടയർ അങ്ങ് പഞ്ചറാവുന്നു. പിറ്റിലേക്ക് കയറുമ്പോൾ ടീം അവന് ഹാർഡ് ടയർ കൊടുക്കണമെന്ന് പറയുന്നു. പക്ഷേ സണ്ണി സോഫ്റ്റ് ടയർ വേണമെന്ന് പറയാം കേട്ടോ. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. അതിനാൽ പിറ്റിൽ നിന്ന് പോകാനായിട്ട് സണ്ണി വിസമ്മതിക്കുകയാണ്. ഒടുവിൽ വേറെ വഴിയൊന്നുമില്ല, ടീം സമ്മതിച്ച് സോഫ്റ്റ് ടയർ കൊടുക്കുന്നു. സണ്ണി പിന്നെ പറയുന്നു വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു പിറ്റ് സ്റ്റോപ്പിന് തയ്യാറായിരിക്കണമെന്ന് പറയുകയാണ്. പക്ഷേ ടീം അതെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ആ റേസിൽ സണ്ണി അവൻ്റെ സ്കില്ലെല്ലാം പുറത്തേക്ക് ഇടുക കേട്ടോ. അവനൊരു ഡിഫൻഡറായിട്ട് ട്രാക്കിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ബാക്കി എല്ലാ കാറുകളെയും ഡിഫെൻഡ് ചെയ്തിട്ട് ജോഷുവയ്ക്ക് മുമ്പിൽ കയറി പോയിൻ്റ് കരസ്ഥമാക്കാൻ സണ്ണി ശ്രമിക്കുക കേട്ടോ. ഇത് കണ്ട് ടീം അംഗങ്ങളൊക്കെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. അവസാനം നമ്മുടെ ജോഷുവ ആദ്യ 10 കളി അവസാനിപ്പിക്കുന്നു. അപെക്സ് GP ടീമിന് ഒരു പോയിൻറ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ മൊത്തം നമ്മുടെ സണ്ണിയുടെ സ്കില്ല് മാത്രമായിരുന്നു. പുള്ളി എല്ലാ കാറുകളെയും പുള്ളി ഡിഫെൻഡ് ചെയ്ത് ജോഷുവെ മുന്നിൽ കയറ്റിയിട്ട് ടീമിനൊരു പോയിൻ്റ് ആദ്യ 10 കയറ്റിയിട്ട് ഒരു പോയിൻ്റ് നേടിക്കൊടുക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമാകും കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ സണ്ണി മണിക്കൂറുകളോളം സിമുലേറ്റർ സമയം ചെലവഴിച്ച് കാറിൻ്റെ ഏറ്റവും നല്ല സെറ്റപ്പ് കണ്ടെത്തുകയാണ്. കേറ്റ് പറയുന്നു, നീ അന്ന് പറഞ്ഞില്ലേ പുതിയ അപ്ഗ്രേഡിനെ കുറിച്ച്, നിൻ്റെ ആവശ്യപ്രകാരം ഡച്ച് ഗ്രാൻഡ് പ്രിക്സിന് പുതിയ അപ്ഗ്രേഡുകൾ തയ്യാറാകും. അതേസമയം ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് വാരാന്ത്യത്തിൽ സണ്ണി ജോഷുവയോട് പറയുകയാണ്, ഇനി എല്ലാവരും നിന്നെ നോക്കിക്കൊണ്ടിരിക്കും, നീ ജയിക്കാൻ ശ്രമിക്കൂ, ഞാൻ പിന്നിൽ നിന്ന് എല്ലാവരും ഡിഫെൻഡ് ചെയ്തോളാം എന്ന് പറയുകയാണ്. റേസിനിടെ സണ്ണിക്ക് വീണ്ടും ഒരു പഞ്ചർ കിട്ടുക കേട്ടോ. അവൻ ഒരു ലാപ്പ് പിന്നിലായിട്ട് മാറുകയാണ്. പിറ്റ് സ്റ്റോപ്പിന് ശേഷം വീണ്ടും ട്രാക്കിലേക്ക് മടങ്ങുമ്പോൾ അവൻ മാക്സ് വെസ്റ്റപ്പാൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. കുറച്ച് കോർണറുകൾ വരെ മാക്സിനെ സ്ലോ ആക്കി തടയുക കേട്ടോ നമ്മുടെ സണ്ണി. ഇതോടെ ജോഷുക്ക് സമയം പിടിക്കാൻ കഴിയും. ലാപ്പ് 46-ലെത്തിയപ്പോൾ മഴ അങ്ങ് തുടങ്ങുകയാണ്. അധികം ഡ്രൈവർമാരൊക്കെ പിറ്റിലേക്ക് പോകുന്നു. പക്ഷേ മാക്സും ജോഷുവയും ഡ്രൈ ടയറുകളിൽ തന്നെ തുടരുകയാണ്. സണ്ണി ഇൻ്റർമീഡിയറ്റ് ടയറുകൾ എടുത്തിട്ട് ലീഡർമാർ അടുത്തെത്തും വരെ പിറ്റിൽ കാത്തു നിൽക്കുകയാണ്. മാക്സ് കടന്നു പോകാൻ പോകുമ്പോൾ സണ്ണി പുറത്ത് കടന്നിട്ട് വീണ്ടും അവനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇതുവഴി ജോഷു അടുത്തെത്തുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ടോപ്പിൽ നിൽക്കുകയാണ് നമ്മുടെ ജോഷുവയും മാക്സൊക്കെ. അപ്പോൾ സണ്ണി ടീമിനോട് പറയുകയാണ്, ജോഷു ഇപ്പോൾ മാക്സിൻ്റെ പിന്നാലെ എത്തിയിട്ടുണ്ട്, അവനെ മെയിൻ സ്ട്രേറ്റ് വരെ ഓവർടേക്ക് ചെയ്യരുതെന്ന് പറയുകയാണ്. ടീം സന്ദേശം നമ്മുടെ ജോഷുക്ക് കൈമാറുന്നു. പക്ഷേ ജോഷു എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവസാന കോർണറിന് മുമ്പ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മുടെ മാക്സിനെ. പക്ഷേ അപ്പോൾ കാറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് വൻ അപകടം സംഭവിക്കുക കേട്ടോ. ജോഷുവയുടെ കാറ് തീ പിടിക്കുകയാണ്. ഇത് കണ്ട സണ്ണി ഉടനെ കാർ നിർത്തി പുറത്ത് കിടന്ന് ഓടിപ്പോയി അവനെ തീയിൽ നിന്ന് രക്ഷിക്കുക കേട്ടോ. അപ്പോൾ ആ കളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപെക്സ് GP ടീം ജയിക്കേണ്ടതായിരുന്നു. സണ്ണിയുടെ ആ ഇൻസ്ട്രക്ഷൻ നമ്മുടെ ജോഷുവ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അവനെ തിരിച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ തീ പിടിച്ചേക്കാണ്, രക്ഷപ്പെടുത്തി. നമ്മുടെ സണ്ണി ഓടിപ്പോയിട്ട് അവനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ആശുപത്രി വെച്ചിട്ട് ജോഷുവയുടെ അമ്മ പറയുകയാണ്, നമ്മുടെ റൂബിനോട് പറയുകയാണ്, ജോഷ് സുഖമായിട്ടിരിക്കുന്നു, ചെറിയ പരിക്കുകളൊക്കെ മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് സുഖപ്പെട്ടു വരും. പുള്ളിക്കാരി സണ്ണിയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പുള്ളിനെ കുറ്റപ്പെടുത്തി പറയുകയാണ്. ഈ അപകടത്തിന് കാരണക്കാരൻ നീയാണെന്ന് കുറ്റപ്പെടുത്തി പറയുകയാണ്. പ്രസ് കോൺഫറൻസിൽ അവിടെ റൂബൻ മാധ്യമങ്ങളോട് പറയാണ്, ജോഷ സുഖപ്പെട്ടു വരികയാണ്, കുഴപ്പമൊന്നുമില്ല, അതുവരെ റിസർവ് ഡ്രൈവർ ടീമിനായിട്ട് റേസ് ചെയ്യുമെന്ന് പറയാണ്. ഡച്ച് GPയിൽ ടീം പുതിയ അപ്ഗ്രേഡുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ കാറിൽ. അതിനാൽ ആ റേസ് മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് 2-3 റേസിൽ സണ്ണിക്ക് പോയിന്റുകളൊക്കെ നേടാൻ കഴിയുന്നുണ്ട്. ചെറിയ പോയിന്റുകളൊക്കെ നേടാൻ കഴിയുന്നുണ്ട് ആദ്യത്തെ 10 വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ജോഷുവ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നു കേട്ടോ. അവനെ എല്ലാവരും മറന്നതുപോലെ ഇപ്പോൾ അവനേക്കാൾ കാര്യം എല്ലാവർക്കും സണ്ണിയോടാണ്. ഏതായാലും സുഖപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് അരോഗൻ്റായിട്ട് കാർ ഓടിക്കുക കേട്ടോ. അടുത്ത ബെൽജിയം GPയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷ സണ്ണിയുടെ കാറിനെ ഇടിച്ച് പുറത്താക്കുകയാണ്, പുറകെ നിന്ന് അറ്റാക്ക് ചെയ്തിട്ട്. സണ്ണി റിട്ടയർ ചെയ്യുകയാണ്. ജോഷ പോയിൻ്റ് നേടുന്നു. റേസിന് ശേഷം സണ്ണി വന്നിട്ട് ജോഷയെ ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് കോപിച്ചിട്ട് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുകയാണ്, വ്യക്തിഗത പ്രതികാരത്തിനായിട്ട് റേസ് ചെയ്യുന്നത് നീ ടീമിനെ നശിപ്പിക്കും, നിൻ്റെ കരിയർ നശിപ്പിക്കും, ടീം തന്നെ ഇല്ലാതാവും, നീ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് സണ്ണി ജോഷയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ കേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇരുവരെ അന്ന് വൈകുന്നേരം ഒരു ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കാർഡ് ഗെയിം കളിപ്പിക്കുകയാണ്. ജയിക്കുന്നവൻ അടുത്ത റേസിൽ ലീഡ് ചെയ്യും. ജോഷ എല്ലാം ബെറ്റ് വെച്ചിട്ട് ജയിക്കുക കേട്ടോ. എന്നിട്ട് സന്തോഷത്തോടെ അടുത്ത റേസിൽ ലീഡ് ചെയ്യുക എന്നുള്ള സന്തോഷത്തോടെ പുള്ളി പുറത്തേക്ക് പോകുന്നു. പക്ഷേ
കേറ്റ് സണ്ണിയുടെ കാർഡുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കുകയാണ് സണ്ണി ഉദ്ദേശപൂർവ്വം ജോഷെ ജയിപ്പിച്ചതാട്ടോ. അതിനുശേഷം സണ്ണിയും കേറ്റും റൊമാൻറ്റിക് മുഹൂർത്തം പങ്കുവെച്ചിങ്ങനെ ചുംബിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സമയങ്ങൾക്ക് ശേഷം അവൻ കേറ്റിനോട് പറയുകയാണ് പണ്ട് F1-ലായിരുന്നപ്പോൾ, അതായത് പണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ട്രാക്കിൽ അവൻ പറക്കുകയാണെന്നൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട് റേസിൻ്റെ ഇടയിൽ. ആ ഒരു മൊമെൻറ്റിൽ കിട്ടുന്നൊരു ഫീലുണ്ട്, അതവന് വീണ്ടും ഒരു തവണയെങ്കിലും അനുഭവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ 30 വർഷങ്ങൾക്ക് ശേഷവും ഈ F1-ലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ആ സമയം അങ്ങോട്ടേക്ക് നമ്മൾ രൂപം വരികയാണ്. ഒരു മോശം വാർത്തയായിട്ട് രൂപം തന്നെ കേട്ടോ. FIA ഇവരുടെ പുതിയ കാറിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് അന്വേഷണമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ടീം അപ്ഗ്രേഡുകൾ എല്ലാം നീക്കം ചെയ്ത് പഴയ സെറ്റപ്പിലേക്ക് മടങ്ങണമെന്നാണ് ഈ FIA പറയുന്നത്. ഇവരുടെ കാറിലെ നിലവിലെ അപ്ഗ്രേഡുകളെല്ലാം റേസിൻ്റെ റൂളിന് എതിരാണ് ആരണ്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാരെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണില്ല. അപ്പോൾ ഇത് അതല്ലെന്ന് തെളിയിച്ചാൽ മാത്രമേ ഇനി അപ്ഗ്രേഡുകളൊക്കെ തുടരാനാവൂ കേട്ടോ. അപ്പോൾ അടുത്ത ഗ്രാൻഡ് പ്രിക്സിൽ അപ്ഗ്രേഡുകളൊന്നുമില്ലാത്ത ഇവരുടെ മുൻപത്തെ കാർ തന്നെയാണ് കേട്ടോ ജോഷുവും സണ്ണി ഉപയോഗിക്കുന്നത്. റേസിനിടയിൽ സണ്ണി മനസ്സിലാക്കുവാണ് ഇവൻ എപ്പോഴും റേസിന് മുമ്പ് ഒരു കാർഡെടുത്ത് പോക്കലിടാറുണ്ടല്ലോ, ഇത്തവണ അവൻ ഇടാൻ മറന്നിരിക്കുകയാണ്. എല്ലാം കൂടി ആയപ്പോൾ സണ്ണിയുടെ കോപത്തോടെ കാർ ഓടിച്ചിട്ട് കാറ് നിയന്ത്രണം നഷ്ടപ്പെട്ടു ഒരു അപകടത്തിൽപ്പെട്ട് ക്രാഷ് ആവുക കേട്ടോ. അങ്ങനെ പുള്ളി ആശുപത്രിയിലാവാണ്. ആശുപത്രിയിൽ വെച്ചിട്ട് ഡോക്ടർമാർ പറയുകയാണ് റൂബനോട് 1993 അപകടത്തിൽ നിന്നുള്ള ആ ഒരു സ്പൈൻ പരിക്കുകളൊക്കെ ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ സണ്ണീനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ പറഞ്ഞ റേസിലൊക്കെ ഇത്രയും നാൾ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ റൂബൻ പറയുകയാണ് സണ്ണിയോട് ഇനി നിന്നെ ഞാൻ ഈ റേസിൽ ഇറക്കില്ല, കാരണം ഇത്രയും വലിയൊരു ഇഞ്ചുറിയൊക്കെ വെച്ചിട്ട് ഇവനെ ഇറക്കിക്കഴിഞ്ഞാൽ ഇനി ജീവൻ പോലെ അപകടത്തിലാവും, ചിലപ്പോൾ ഡോക്ടർമാർ പറയുന്നത് പാരാലിസിന് വരെ സംഭവിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സുഖപ്പെട്ടതിന് ശേഷം സണ്ണി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ബാഗ് എടുത്തിട്ട് വാനിൽ കയറി പോകാൻ ഒരുങ്ങുമ്പോഴാണ് പുറകെ നിന്ന് ഇവർ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇൻവെസ്റ്റർ പീറ്റർ ബാനിങ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓടിയാണ് സണ്ണിയെ കാണുകയാണ്. സണ്ണി അവിടെ വെച്ചിട്ട് മനസ്സിലാക്കുക കേട്ടോ, നേരത്തെ ഇവരുടെ കാറിനെതിരെ പരാതി കൊടുത്തത് ഈ പീറ്റർ തന്നെയായിരുന്നു കേട്ടോ. അവൻ പറയുന്നത് ടീമിൻ്റെ ഉടമസ്ഥതൊക്കെ ഉടനെ മാറ്റുകയാണ്, പുതിയ ഇൻവെസ്റ്റർമാരൊക്കെ വരികയാണ്, അപ്പോൾ നമ്മൾ ടീം വിൽക്കാൻ പോവാണ്. സണ്ണി നിന്നെ ഞങ്ങളുടെ ഹെഡ് ഓഫ് സ്ട്രാറ്റജി ആക്കാൻ ആഗ്രഹിക്കുന്നു, റേസറായിട്ടല്ല ഹെഡ് ഓഫ് സ്ട്രാറ്റജി ആയിട്ട്. അപ്പോൾ സണ്ണി ചോദിക്കുകയാണ് അപ്പോൾ പീറ്റർ പറയുകയാണ് റൂബൻ പുറത്താവും, നീ ഏതായാലും ഒന്ന് ആലോചിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞിട്ട് പീറ്റർ അവൻ്റെ ബിസിനസ് കാർഡ് സണ്ണിക്ക് കൊടുത്തിട്ട് നടന്നു പോവുക കേട്ടോ. അവസാന റേസ് അബുദാബി ഗ്രാൻഡ് പ്രിക്സ് ദിനത്തിൽ ജോഷുവ സണ്ണി ചെയ്യാറുള്ള പോലെ ടീമിലെല്ലാവരെയും കൂട്ടി ഒരു ജോഗിന് പോകുക കേട്ടോ റേസിന് മുമ്പ്. അപ്പോഴാണ് അവരത് കാണുന്നത്. ദൂരെ നിന്ന് നമ്മുടെ സണ്ണി വീണ്ടും നടന്നു വരികയാണ്. സണ്ണി നിയമപരമായൊരു ഡോക്യുമെൻറ്റും പുള്ളിയുടെ കയ്യിലുണ്ട് കേട്ടോ. ടീം സുരക്ഷിതമായിട്ട് തുടരാൻ വേണ്ടിയിട്ട് മോഡിഫിക്കേഷൻ എല്ലാം വാലിഡ് ആണെന്നും പണ്ട് ഇതുപോലെ F1-ൽ ഈ മോഡിഫിക്കേഷൻ ഉപയോഗിച്ച് എന്നുള്ള രേഖകളായിരുന്നു കേട്ടോ അതിൻ്റെ കയ്യിൽ. അപ്പോൾ അവൻ കേറ്റിനോട് ചോദിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം FIA അന്വേഷണത്തിന് എന്തായെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് കേസ് റദ്ദാക്കി ഇനി വീണ്ടും നമുക്ക് അപ്ഗ്രേഡുകൾ ഉപയോഗിക്കാമെന്നായിരുന്നു. സണ്ണി തുടർന്നിട്ട് റൂബനുമായിട്ട് സംസാരിക്കുകയാണ്. ആദ്യമൊക്കെ റൂബൻ ഇല്ല ഈ ഇഞ്ചറി വെച്ച് നിന്നെ ആ റേസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ സണ്ണിയുടെ കോൺഫിഡൻസിന് മുമ്പിൽ റൂബൻ സമ്മതിക്കുകയാണ്. ഇന്ന് നീയാണ് ഡ്രൈവർ എന്ന് റൂബൻ സണ്ണിയുടെ മുഖത്ത് നോക്കി പറയാം കേട്ടോ. അപ്പോൾ റേസിന് മുമ്പ് വീണ്ടും സണ്ണിയുടെ പേര് കേട്ട പീറ്റർ സർപ്രൈസ് ആവുകയാണ്. പീറ്റർ സണ്ണി ഇങ്ങനെ മുകളിൽ നോക്കുമ്പോൾ നമ്മുടെ സണ്ണി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇത് പിടിയെന്ന് പറഞ്ഞിട്ട് ഒരു മിഡിൽ ഫിംഗർ പീറ്ററിൻ്റെ ഫോണിലേക്ക് മെസ്സേജായിട്ട് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ പീറ്റർ ചമ്മി പോവാണ്. അങ്ങനെ റേസ് ആരംഭിച്ചു. സ്മാർട്ട് സ്ട്രാറ്റജിയുടെ സഹായത്തോടെ ഒരുപാട് കാറുകൾ മറികടന്നിട്ട് ജോഷ ലൂയിസ് ഹാമിൽട്ടൻ്റെ പിന്നിലായിട്ട് 2ാം സ്ഥാനത്തും സണ്ണി ലെക്ലർക്കിന് പിന്നിലായിട്ട് 4ാം സ്ഥാനത്ത് എത്തുക കേട്ടോ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇവർ 2 പേരുടെയും ടയറുകൾ തേഞ്ഞ് തീരാനായിരിക്കും കേട്ടോ. പിറ്റിലേക്ക് കയറാനില്ലാതെ രക്ഷയില്ലാന്ന് മനസ്സിലാക്കിയ ജോഷുവ പിറ്റിലേക്ക് പോവുകയാണ്. എന്നാൽ സണ്ണി ആവട്ടെ ട്രാക്കിൽ അങ്ങ് തുടരുകയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ സണ്ണിയുടെ കാറ് സ്പിന്നായിട്ട് ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുക കേട്ടോ. അപ്പോൾ ഈ F1-ൽ റെഡ് ഫ്ലാഗ് എന്ന റൂളുണ്ട്. അവിടെ ബാരിയറൊക്കെ തകർന്ന് ഈ അപകടമുണ്ടായതിനാൽ സംഘാടകർ റെഡ് ഫ്ലാഗ് വിളിക്കുകയാണ്. അതായത് അവസാന ലാപ്പുകൾ എത്ര ബാക്കിയുണ്ടോ അത് എല്ലാ കാറുകളും വീണ്ടും ലൈനപ്പായി നിന്നിട്ട് ആദ്യം മുതൽ ഓടിച്ചു തീർക്കണം. പിന്നെ ഒരു കുഴപ്പമുണ്ട്, പിറ്റിലേക്ക് എത്തിയാൽ മാത്രമേ ടയറുകൾ ചേഞ്ച് ചെയ്യാൻ അനുവാദമുള്ളൂ കേട്ടോ. അപ്പോൾ സണ്ണിയുടെ കാറിന് ടയർ പോയിരിക്കുകയാണല്ലോ. അപ്പോൾ സണ്ണി എന്ത് ചെയ്യുന്നത് വെച്ചാൽ പതിയെ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഓടിച്ചിട്ട് പിറ്റിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ റൂബൻ ഇതിനെ മിറാക്കിൾ എന്നാട്ടോ അഭിസംബോധന ചെയ്യുന്നത്. കാരണം നേരത്തെ പിറ്റിലേക്ക് പോയതുകൊണ്ട് ജോഷുവയ്ക്ക് പുതിയ ടയേഴ്സ് കിട്ടി. അങ്ങനെ ബാരിയറിലെ കുഴപ്പം കാരണം ടയറുകൾ പോയതുകൊണ്ട് സണ്ണിക്കും പുതിയ ടയറുകൾ കിട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ വലിയ വൻ ലക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ റൂബൻ ഇതിൻ്റെ മിറാക്കിൾ എന്ന് അഭിസംബോധന ചെയ്തത്. അങ്ങനെ വീണ്ടും കാറുകളൊക്കെ അണിനിരക്കുവാണ്. അവസാനം 3 ലാപ്പുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വീണ്ടും കാറുകളൊക്കെ ചീറിപ്പായി തുടങ്ങി കേട്ടോ. സണ്ണിയും ജോഷുവും ഒരു ടീമായി നിന്നിട്ട് ലെക്ലർക്കിനെ പിന്നിലാക്കി വീണ്ടും മുൻപോട്ട് കുതിക്കുകയാണ്. ഇനി ഇവർക്ക് മുമ്പിലുള്ളത് ലൂയിസ്
ലൂയിസ് മാത്രം കേട്ടോ. സണ്ണി ലെക്ലാർക്കിന് മുമ്പിലേക്ക് ഇവിടെ അത് ഇടയ്ക്കിടയ്ക്ക് ഡിഫെൻഡ് ചെയ്തൊക്കെ പിടിക്കുന്നുണ്ട്. സണ്ണിയും ജോഷുവും ഇപ്പോൾ ഒപ്പത്തിനൊപ്പം ലൂയിസിനും എല്ലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാണ്. ആരാദ്യം മുന്നിൽ കയറാൻ ശ്രമിച്ചാൽ ലൂയിസ് അറ്റാക്ക് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഒരാൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് കേറ്റ് മൈക്കിലൂടെ പറയുകയാണ്. ഒടുവിൽ സണ്ണി പറയുകയാണ് ഗോ വിൻ ദ റേസ് കിഡ് എന്ന് പറഞ്ഞിട്ട് ലൂയിസിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ലൂയിസ് സണ്ണിയെ തടയുന്ന ക്യാപ്പ് നോക്കിയിട്ട് നമ്മുടെ ജോഷുവ മുന്നിലേക്ക് പോവുക കേട്ടോ. യെസ്, നമ്മുടെ അപ്പസ് ജി പി ടീം ജയിക്കാൻ പോകുകയാണെന്ന് നമുക്ക് തോന്നിച്ചെങ്കിലും ലൂയിസ് വീണ്ടും കയറി വരും കേട്ടോ. ലൂയിസും ജോഷുവയും ഒപ്പത്തിനും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സംഭവിക്കുന്നത്, രണ്ട് പേരുടെയും കാറുകൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിട്ട് കാറുകൾ ട്രാക്കിൽ നിന്ന് തെന്നി മാറി ലൂയിസിൻ്റെയും ജോഷുവയുടെയും കാറ് ക്രാഷായി നിൽക്കുക കേട്ടോ. രണ്ട് പേരുടെ റേസ് അവസാനിച്ചു. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മുടെ സണ്ണി ആട്ടോ ഒന്നാമത്. ജോഷു ആവേശത്തോടെ സണ്ണിയോട് എങ്ങനെയും ജയിച്ചു എന്ന് വിളിച്ചു പറയുകയാണ്. സണ്ണി ഇപ്പോൾ കാറ് വേഗത്തിൽ അങ്ങ് ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവന് മുൻപിലെ ട്രാക്കല്ലാതെ വേറൊന്നും കാണാൻ കഴിയുന്നില്ല. യെസ്, പുള്ളി തിരികെ കിട്ടാൻ ആഗ്രഹിച്ച ആ ഫീൽ ഉണ്ടല്ലോ, പുള്ളി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിച്ച് പായി കേട്ടോ നമ്മുടെ സണ്ണി. അപ്പോൾ കേറ്റ് ഇത് കണ്ട് പറയുകയാണ് ഹീ ഈസ് ഫ്ലൈയിങ്. യെസ്, അവൻ പറക്കുകയാണ്. അതൊക്കെ കിടില സീനാട്ടോ. നിങ്ങളത് ഈ എക്സ്പ്ലെയിനു ശേഷം കാണാൻ ശ്രമിക്കണം. കിടില സീനാണ് അതൊക്കെ. അങ്ങനെ അവസാന ലാപ്പും ഒന്നാമതായി ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ ആപ്പെക്സ് ജി പി ടീം ജയിക്കുക കേട്ടോ. റൂബിനെ എല്ലാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. കപ്പ് കൊടുക്കൽ ചടങ്ങിൽ സണ്ണി കപ്പ് ഏറ്റുവാങ്ങാറില്ലല്ലോ. പുള്ളി നമ്മുടെ റൂബിനെ വിളിച്ചു. റൂബിനാണ് കപ്പ് ഏറ്റുവാങ്ങുന്നത്. അങ്ങനെ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചാൽ വിജയമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സണ്ണി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പതിവ് പോലെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങുവാണ്. കേറ്റിനോടും ജോഷയോടും എല്ലാം യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. പുള്ളിയുടെ ആഗ്രഹം സാധിച്ചെടുത്തു. ഇനിയിപ്പോൾ F1 നിൽക്കുന്നില്ല, അടുത്ത അഡ്വഞ്ചർ തുടരാൻ വേണ്ടി സണ്ണി അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ സിനിമ ലാസ്റ്റ് അവസാനിക്കുക സണ്ണി മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക കേട്ടോ. ഒരു ഓഫ് റോഡ് റേസൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ് പുള്ളി എത്തുന്നത്. സണ്ണി ഉള്ളവരോട് പറയുകയാണ് ഒരു ഡ്രൈവർ വേക്കൻസി കണ്ട് ഞാൻ വന്നാണെന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നത് വേക്കൻസി ഉണ്ട്, പക്ഷേ അത്ര ക്യാഷൊന്നും ഇതിൽ കിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സണ്ണി പറയുകയാണ് ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി. യെസ്, അതെ, പുള്ളിക്ക് ഇതെല്ലാം പണത്തിന് വേണ്ടിയല്ലല്ലോ, പുള്ളിക്ക് ഇതെല്ലാം പാഷനാണ്. ഇവിടെ വെച്ചിട്ട് നമ്മുടെ പടം അവസാനിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കണം ഒന്ന് അമർത്തി വെച്ചേക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ ബൈ.